നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 6 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിഗ് 4 കമ്പനികളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഡെലോയിറ്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ്. ഡെലോയിറ്റ് ഏതാണ്ട് 50,000 പേരെയും കൂടി ഇന്ത്യയിൽ റിക്രൂട്ട് ചെയ്യുന്നു എന്ന വാർത്ത ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ഡെലോയിറ്റിലേക്ക് ചില വമ്പൻ അവസരങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ HCL ടെക്, സദർലാൻഡ് പോലെയുള്ള കമ്പനികളിലേക്കുള്ള ബൾക്ക് റിക്രൂട്ട്മെന്റുകൾ, മറ്റ് കമ്പനികളിലെ അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് HCL ടെക്കിലെ ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ HCL ടെക്കിലെ ചില അവസരങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന മറ്റ് ചില അവസരങ്ങൾ, ഇത് HCL ടെക്കിലേക്കുള്ള ഇന്റേൺഷിപ്പ് സ്കീമിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും കിക്ക് സ്റ്റാർട്ട് യുവർ കരിയർ വിത്ത് HCL ടെക്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവർ സൂചിപ്പിക്കുന്ന ആരെയായിരിക്കും ഹയർ ചെയ്യുന്നത്. BA, BSc, BCom, BBA, BTechകാർക്കുള്ള അവസരമാണ്. MBAക്കാരെ HCL ടെക് ഹയർ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഹയറിംഗ് നടക്കുന്നത് BA, BSc, BCom, BBA, BTechകാര്. പ്രത്യേകിച്ച് 2023, 24, 25 പാസ് ഔട്ട് ആയിട്ടുള്ളവരും 26 പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും അവസരങ്ങളുണ്ട്. ചെന്നൈ അതേപോലെ നോയിഡ, ഈ 2 ലൊക്കേഷനിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇന്റേൺഷിപ്പ് സ്കീമിൽ 9 മന്ത്സിലേക്കായിരിക്കും ആദ്യം ഹയർ ചെയ്യുക. പിന്നീട് ഒരുപക്ഷെ സ്ഥിരപ്പെടുത്തിയേക്കുക. ആ കാര്യങ്ങൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നില്ല. ബാക്കി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അല്ലെ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് HCL ടെക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്നിട്ട് ആ ജോലികളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത അവസരം സദർലാൻഡിലാണ്. സദർലാൻഡ് ഒരുപക്ഷെ നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കൊച്ചിയിലൊക്കെ വലിയ പ്രവർത്തനങ്ങളുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആക്ച്വലി ഒരു ഇന്ത്യക്കാരന് US സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. കൊച്ചിയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിലെ ജോലിയുടെ ഒരു പ്രത്യേകത, ബോണ്ടോ കാര്യങ്ങളൊന്നും. അപ്പൊ നിങ്ങൾക്ക് ഒരു വലിയ കരിയർ ഒന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു താൽക്കാലികമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുവാനായിട്ട് കഴിയും. പിന്നീട് ഇതിന്റെ കൂടുതലും ആഫ്റ്റർനൂൺ ഒക്കെ ആയിരിക്കും വർക്ക് ഷിഫ്റ്റുകൾ. അതുകൊണ്ട് തന്നെ മോർണിംഗ് ടൈം മറ്റ് പഠനത്തിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ശമ്പളം കിട്ടുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ അരിയറോ പ്രശ്നമൊന്നും ഇല്ല ഉള്ളവർക്കും ഒക്കെ ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പൊ സദർലാൻഡ് ഇവിടെ ഒരു ഹയറിംഗ് സൂചിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റമർ സപ്പോർട്ട് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കാണ്. അപ്പൊ ഇവിടെ 2 പോസ്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് വോയിസ് ആണ്, മറ്റൊന്ന് നോൺ വോയിസ്. അത് വോയിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കോളിലൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിൽ, നോൺ വോയിസ് എന്ന് പറഞ്ഞാൽ ഇമെയിലും ചാറ്റിലൂടെയും ഒക്കെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട ജോലിയായിരിക്കും. അപ്പൊ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഓർക്കുക, സദർലാൻഡിൽ ഒരു ഇന്റർനാഷണൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ നല്ല ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവർക്കായിരിക്കും അവസരമുണ്ട്. അപ്പൊ അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് സംസാരിക്കാം എന്ന് നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അരിയർ ഉണ്ടെങ്കിൽ പോലും, ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ, അല്ലെങ്കിൽ +2 കഴിഞ്ഞവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് ഇവർ ഇപ്പോൾ തേടുന്നത്. ഇവർക്ക് കുറേ അധികം അവസരങ്ങളുണ്ട്. ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്നൊക്കെ തന്നെ ഏതാണ്ട് 100-ലധികം കുട്ടികളെ ഹയർ ചെയ്ത കമ്പനിയാണ്. എന്നിട്ട് വീണ്ടും ഇവരെ ഹയറിങ് അനൗൺസ് ചെയ്തേക്കും. അപ്പൊ അങ്ങനെ കുറേ അധികം അവസരങ്ങൾ ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഓർക്കുക, ഇതിൽ 5 ഡേ വീക്കാണ്, 5 ദിവസമാണ് ജോലി ചെയ്യേണ്ടത്. അതിനിടയിലൊക്കെ നിങ്ങൾക്ക് വീക്ക്ലി ഓഫ് ഒക്കെ എടുക്കുവാൻ അവസരമുണ്ട്. കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ഈ 3 ലൊക്കേഷനുകളിൽ അവസരങ്ങളുണ്ട്. 1 വേ ക്യാബ് ഫെസിലിറ്റി കിട്ടും, ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടും. ഇതൊക്കെ ശമ്പളം കൂടാതെയുള്ള പേർക്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ, അത്യാവശ്യം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ സദർലാൻഡിനെ ഓപ്റ്റ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഡെലോയിറ്റിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തെ തന്നെ ടോപ്പ് 4 കൺസൾട്ടൻസികളിൽ ഒന്നാണ് ഡെലോയിറ്റ് എന്നുള്ളത്. ബിഗ് 4 എന്നറിയപ്പെടുന്ന കമ്പനികളിൽ ഒന്നാണ്. ഡെലോയിറ്റ് ഇന്ത്യയിൽ ഏതാണ്ട് 50,000 ആൾക്കാരെയും കൂടെ കൂടുതൽ ഹയർ ചെയ്യാൻ പോവുകയാണ് എന്ന വാർത്ത അടുത്ത സമയത്ത് വന്നിരുന്നു. ഓർക്കുക, പല കമ്പനികളും അവരുടെ നമ്പേഴ്സ് കുറയ്ക്കുമ്പോഴാണ് ഡെലോയിറ്റ് പുതുതായിട്ട് 50,000 പേരെ ഹയർ ചെയ്യുന്നു എന്ന വാർത്ത വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എലിജിബിൾ ആയിട്ടുള്ളവർ ഉപയോഗപ്പെടുത്തുക. 7.6 lakhs പെർ ആനം വരെ ശമ്പളമുള്ള മികച്ച അവസരമാണ്.
അപ്പോൾ ആരെയായിരിക്കും ഇവരെ ഹയർ ചെയ്യുക? നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് അതാ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫുൾ ടൈം മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, അതായത് MCOMകാരെയാണ് ഹയർ ചെയ്യുന്നത് വിത്ത് മിനിമം ഓഫ് 60% ആൻഡ് എബോവ്. അതായത് മിനിമം 60% മാർക്കെങ്കിലും ഉള്ള MCOMകാർക്ക് അവസരമുണ്ട്. അത് 2023-ലും 24-ലും 25-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരും 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. നല്ല അക്കൗണ്ടിങ് നോളജ് കാണണം, അനാലിറ്റിക്കൽ സ്കില്ലൊക്കെ കാണണം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ കാണണം. 0 to 3 എക്സ്പീരിയൻസ്, അതായത് ഫ്രഷേഴ്സിനും 3 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. MS ഓഫീസ് പ്രോഡക്ട്സ്, വേർഡ്, എക്സൽ ഒക്കെ നന്നായിട്ട് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഹൈദരാബാദ് ലൊക്കേഷനിലേക്കായിരിക്കും ഹയറിങ്. ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. 7.6 lakhs per annum ആണ് ശമ്പളം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഡെലോയിറ്റ് ടീമിൽ നിന്ന് നേരിട്ട് അറിയിച്ചിട്ടുള്ള ഒരു അവസരമാണ്. ഓർക്കുക, അവർ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ റെസ്യൂമെ ഏത് ഫോർമാറ്റിലായിരിക്കണം, അതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് റിജക്റ്റ് ആവും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരി കുട്ടികളുടെ പ്രൊഫൈല് തോന്നുന്ന ഒരു റെസ്യൂമെ ഒക്കെ എടുത്ത് അപ്ലൈ ചെയ്യും, പലപ്പോഴും പ്രൊഫൈല് റിജക്റ്റ് ആകുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം നോക്കിയിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുക എലിജിബിൾ ആയിട്ടുള്ളവർ. കാരണം വളരെ മികച്ച ശമ്പളമുള്ള നല്ല കമ്പനിയിൽ ജോലി ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരമാണ്. അടുത്തായിട്ട് നമുക്ക് കൊസ് കോർപ്പറേഷൻ. കൊസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് കൊസ് എന്ന് പറഞ്ഞാൽ. അവരുടെ ഗ്രൂപ്പിലുള്ള വീഡിങ് സെല്ലുലാർ സർവീസസ്, ഇവരുടെ ഒരു ഹയറിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. BTechകാര് അല്ലെങ്കിൽ ഡിപ്ലോമക്കാരെയാണ് ഇവര് ഹയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ട്രിപ്പിളി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ ECEക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻകാരെ ഹയർ ചെയ്യുന്നുണ്ട്. ഓർക്കുക, ഇത് 2023 മുമ്പ് പാസ് ഔട്ട് ആയിട്ടുള്ളവരെയാണ് ഹയർ ചെയ്യുന്നത്. അരിയർ കാണുകയും ചെയ്യല്ലേ. 2024-ലും 25-ലും 26-ലും ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യണ്ട. അതിന് മുമ്പ് പാസ് ഔട്ട് ആയിട്ടുള്ള അരിയർ ഇല്ലാത്തവർക്ക് അപേക്ഷിക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് പ്രിഫർ ചെയ്യുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സിന് ലാപ്ടോപ്പ് കാണണം, ബേസിക് സിസ്റ്റം നോളജ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനൊക്കെയുള്ള ബേസിക് നോളജ് കാണണം. 2 years എക്സ്പീരിയൻസ് ഏതെങ്കിലുമൊക്കെ ഫീൽഡിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ കൊസ് ഗ്രൂപ്പിലുള്ള വീഡിംഗ് കമ്പനിയിലെ ഒരു അവസരം എഞ്ചിനീയേഴ്സിനും ഡിപ്ലോമക്കാർക്കും ലഭ്യമായതാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്ക് അടുത്ത അവസരം ക്വാഡ്കോർ എന്ന് പറഞ്ഞ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്ന അവസരം. അവരുടെ ഒരു ക്ലൈന്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ഈ ലൊക്കേഷനിൽ കുറേ അധികം തസ്തികകളിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. കരിയർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, അഡ്മിഷൻ ഓഫീസർ ഉണ്ട്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഉണ്ട്, ക്യാമ്പസ് മാനേജർ ഉണ്ട്, വീഡിയോഗ്രാഫർ ഉണ്ട്, HR മാനേജർ ഉണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. ഫിനാൻസ് മാനേജർ, കണ്ടന്റ് സ്ട്രാറ്റജീസ്, അതേപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ, വീഡിയോ എഡിറ്റർ, സോഷ്യൽ മീഡിയ മാനേജർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അഡ്മിഷൻ ഓഫീസർ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ, ക്യാമ്പസ് മാനേജർ, അഡ്മിഷൻ ഓഫീസർ, ടീം ലീഡർ. ഇത്രയും തസ്തികകളിലാണ് 3 ലൊക്കേഷനിലായിട്ടുള്ള അവസരങ്ങൾ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയിട്ട് ക്വാഡ്കോർ എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ ഡീറ്റെയിൽസ് നൽകുന്നു. ഇനി ഞാൻ വിദേശത്തേക്കുള്ള ഒരു ഹയറിംഗ്, അതും കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഒരു ഏജൻസി വഴി ലഭ്യമായിരിക്കുന്ന ഒരു അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് ഒഡേപെക് എന്നുള്ളത്. ഒഡേപെക് ടീച്ചേഴ്സിന്റെ ഒരു ഹയറിംഗ് ഒമാനിലേക്ക് നടക്കുന്നുണ്ട്. അതിന്റെ വോക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് 17-ാം തീയതി ഏപ്രിലാണ്. അത് ഒഡേപെക്കിന്റെ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള ഓഫീസിൽ നിങ്ങൾക്ക് 9 മണിക്കും 1 മണിക്കും ഇടയ്ക്ക് വോക്ക്-ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. അതിന് മുമ്പ് നിങ്ങൾ അപ്ലൈ ചെയ്യണം. 10-ാം തീയതി ഏപ്രിലിന് മുമ്പ് അപ്ലൈ ചെയ്യണം. ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കെമിസ്ട്രി സീനിയർ ടീച്ചർ ഉണ്ട്, കെമിസ്ട്രി HOD ഉണ്ട്, മാത്സ് പ്രൈമറി ടീച്ചർ ഉണ്ട്, മാത്തമാറ്റിക്സ് HOD ഉണ്ട്, ഫിസിക്സ് സീനിയർ ടീച്ചർ ഉണ്ട്, അതേപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ് ആൻഡ് അക്കൗണ്ടൻസി സീനിയർ ടീച്ചർ. ഇത്രയും തസ്തികകളിലേക്കാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കുള്ള അവസരമാണ്. അപ്പം വോക്ക്-ഇൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം വോക്ക്-ഇൻ ചെയ്യുവാൻ. ഗവൺമെന്റ് ഏജൻസി വഴി ആയതുകൊണ്ട് തന്നെ തട്ടിപ്പില്ലാതെ വിദേശ അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു നല്ല അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് ഇപ്പൊ ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതുള്ളൂ. ഇത് റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിനൊന്നും പണമൊന്നും നൽകേണ്ട കാര്യമില്ല. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യണം. ഏതായാലും ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ
jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.